നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പനി മാറിയാലും ഇപ്പോൾ ചുമ വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇത് കാലാവസ്ഥാ വ്യതിയാനം മൂലമാകാം. വിട്ടുമാറാത്ത ചുമയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് പൾമോണോളജിസ്റ്റ് ഡോക്ടർ പി രേഖ ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ പനി മാറിയാലും ചുമ വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കുറേയായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ തുടർച്ചയായി ചുമ വരുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തെങ്കിലും വൈറസ് മൂലമാണോ? അതായത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പനിയും വൈറസ് ബാധയും അണുബാധയും ഒക്കെ കൂടുതലുള്ള കാലങ്ങളാണ്. പലതരം വൈറസുകൾ പനിയും അതിനെ തുടർന്നുള്ള ചില ജലദോഷം, പനി, അതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവയാണ്. ഇതിൽ പ്രധാനമായത് റൈനോ വൈറസ്, RSV, ഈവൻ കോവിഡ് ഇപ്പോഴും ഉണ്ട്, ഇൻഫ്ലുവൻസ വൈറസ്. ഇവയൊക്കെയാണ് പ്രധാനമായി വൈറൽ പനികൾ ഉണ്ടാക്കുന്നവ. ഇതിൽ മൂലം ഉണ്ടാകുന്ന ചെറിയ അണുബാധ ശ്വാസകോശത്തെ ബാധിക്കുകയും അതിനാൽ കുറച്ച് നാളത്തേക്ക് ഈ ചുമ നീണ്ടു നിൽക്കുകയുമാണ്. കുറച്ചൊക്കെ നീണ്ടു നിൽക്കുന്നത് ഇതിൽ സാധാരണ തന്നെയാണ്. വൈറസ് ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ മൂലം ചുമ നീണ്ടു നിൽക്കുന്നത് സാധാരണമാണ്. പക്ഷെ ചില അവസരങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരാം. ഡോക്ടർ, ഈ വിട്ടുമാറാത്ത ചുമ ഏതെല്ലാം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കാലാവസ്ഥ, ഈ ഒരു സീസണിൽ ഉണ്ടാകുന്ന വൈറസ് ബാധയെ തുടർന്നുള്ള ചുമ ചിലരിൽ 2 ആഴ്ച മുതൽ ചിലപ്പോൾ ഒരു 6 ആഴ്ച വരെയൊക്കെ നീണ്ടു നിന്നേക്കാം. അത് ഒരു നോർമൽ എന്ന് പറയാം. പക്ഷെ ആൾക്കാരിൽ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ ചികിത്സ തേടേണ്ടതായി വരും. പക്ഷെ നീണ്ടു നിൽക്കുന്ന ചുമ, അതായത് 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ വെറും പനി മൂലമുള്ള ചുമയാണോ അതോ വേറെ മറ്റു കാരണങ്ങൾ, അതായത് ചുമ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. സാധാരണയായി കാണപ്പെടുന്ന വൈറൽ പനി കൊണ്ടുള്ളതല്ലാതെ ആസ്മയുള്ളവരിൽ ആ സമയത്ത് ചുമ അധികരിച്ച് കാണാം. റിഫ്ലക്സ്, ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് എന്ന് പറയും. നമുക്ക് വയറിന് ആസിഡ് റിഫ്ലക്സ് വന്നിട്ട് ചുമ നീണ്ടു നിൽക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, അലർജി ഉള്ളവരിൽ ചിലപ്പോൾ അത് രാത്രി കിടക്കുമ്പോഴുള്ള ചുമ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അങ്ങനെ കാണപ്പെടാം. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചുമ വരാം. ഇതൊക്കെ ചെറിയ അസുഖങ്ങൾ തൊട്ട് സീരിയസ് ആയ അസുഖങ്ങൾ, അതായത് ന്യൂമോണിയ, ക്യാൻസർ എന്നിവയുടെ ലക്ഷണങ്ങളും ചിലപ്പോൾ ചുമയായിട്ട് സംഭവിക്കാം. അത് പക്ഷെ നമുക്ക് ലക്ഷണങ്ങൾ ചോദിക്കുന്നതിലൂടെയും ടെസ്റ്റുകളിലൂടെയുമാണ് അറിയാൻ സാധിക്കുക. അതായത് 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ വെറും വൈറൽ പനിയുടേതാണെന്ന് കരുതാതെ ഡോക്ടറുടെ ചികിത്സ തേടുന്നതാവും നല്ലത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ചുമ ഇപ്പോൾ പല തരത്തിലുണ്ട്. ഈ നിരന്തരമായ ചുമ ഗുരുതരമായ എന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയായി കരുതാൻ വേണ്ടി സാധിക്കുമോ? ഞാൻ അതാണ് പറഞ്ഞു വന്നത്. നമുക്ക് ചുമ നീണ്ടു നിൽക്കുക, നമുക്കറിയാം വൈറൽ പനിയുടെ ചുമ കുറച്ചുനാൾ നീണ്ടു നിൽക്കും. ചിലപ്പോൾ മരുന്നുകൾ അധികം ഇല്ലാതെ നമ്മുടെ പൊടിക്കൈകൾ കൊണ്ട് കുറയും. ചിലപ്പോൾ ഡോക്ടറുടെ സഹായം തേണ്ടി വന്ന് ചില ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ കുറവാകാം. പക്ഷേ ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വെറും പനിയുടേതാണെന്ന് കരുതാതെ അത് എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുടെ സൂചനയാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പോ സൂചനയാണോ എന്നറിയാൻ നമുക്ക് ചിലപ്പോൾ ചില അപായ സൂചനകൾ ഉണ്ടാകും. അതായത് വൈറൽ പനി ബോധമുണ്ടാകുന്ന ചുമകൾ ഡ്രൈ ചുമയായിരിക്കും കൂടുതൽ, കാരണം വരണ്ട ചുമകളായിരിക്കും, തൊണ്ടയിൽ നിന്ന് കഫം അധികം വരാതെ. പക്ഷെ ചിലപ്പോൾ അതിന്റെ കൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി വരികയാണെങ്കിൽ കഫവും വരാൻ തുടങ്ങും. ഈ ചുമയുടെ കൂടെ പനി നീണ്ടു നിൽക്കുക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നെഞ്ചുവേദന അനുഭവപ്പെടുക, ചുമച്ച് രക്തം വരിക, ഇങ്ങനെയുള്ള ചില വാർണിംഗ് സൈൻസ്, അതായത് ചില ലക്ഷണങ്ങൾ അധികമായി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടുകയും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചുമയും ശ്വാസകോശ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളും ഈ ന്യൂമോണിയ ആയി മാറുന്നത് എപ്പോഴാണ്? അത് അപകടകരമാകുന്നത് എപ്പോഴാണ്? ന്യൂമോണിയ ശ്വാസകോശ രോഗത്തിന്റെ അണുബാധയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. അത് വൈറസ് മൂലമാകാം, ബാക്ടീരിയ മൂലമാകാം. പനി, ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ ഇവയൊക്കെ തന്നെയാണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ. അപ്പോ ചില പനികൾ വരുമ്പോൾ വെറും വൈറൽ പനിയാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അതിനെ ചികിത്സ തേടാതെ ഇരിക്കും. അപ്പോൾ ചിലവരിൽ അത് ലക്ഷണങ്ങൾ അധികരിച്ച് ന്യൂമോണിയയിലേക്ക് മാറാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചില ഗ്രൂപ്പ്, അതായത് പ്രായമായവർ ചിലപ്പോൾ പനി കൃത്യമായ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് ഓർമ്മക്കേട്,
ഡിസോറിയന്റേഷൻ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കും ന്യൂമോണിയ പ്രകടിപ്പിക്കുക. അതുപോലെ രോഗപ്രതിരോധ ശക്തി കുറവുള്ളവരിൽ, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള അസുഖമുള്ളവർ, മറ്റസുഖങ്ങൾക്ക് കിഡ്നിക്ക് അസുഖമുള്ളവർ, കീമോതെറാപ്പി, ക്യാൻസർ ചികിത്സയിലുള്ള ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ കൃത്യമായി പറയുന്ന പനി ചുമ ലക്ഷണങ്ങളല്ലാതെ ചിലപ്പോൾ ന്യൂമോണിയ അധികരിച്ച രീതിയിലായിരിക്കും പ്രതികരിക്കുക. അപ്പോ നമ്മുടെ ചെറിയ ലക്ഷണങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധ കൂടുതൽ വേണ്ടവരിൽ അവരിലായിരിക്കും ന്യൂമോണിയ പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അത് മാറുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ചുമ രാത്രി കാലങ്ങളിലാണല്ലോ ഒത്തിരി അധികം അമിതമായി വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ തൊണ്ട കുത്തിയുള്ള ചുമ, തൊണ്ട വരണ്ടുള്ള ചുമ, അങ്ങനെ ഓരോ ചുമകളും രാത്രിയിലാണ് കൂടുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ രാത്രി കാലങ്ങളിൽ കൂടുന്നതിനുള്ള കാരണം? അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വൈറസ് ബാധമുള്ള ചുമ കൂടുതലായി സംഭവിക്കുന്ന ഒന്ന് രാത്രി കിടക്കുമ്പോഴാണ്. രണ്ട്, പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് ചുമ അധികരിക്കുക. ഈ ചുമ അധികരിച്ച് കഴിയുമ്പോൾ ചിലരിൽ നല്ല വോമിറ്റിംഗ്, ഛർദിൽ വരും, ചിലർക്ക് നെഞ്ചുവേദന, ഫ്രാക്ചേഴ്സ് വരും, ചെറിയ റിബുകൾ പൊട്ടിയിട്ട് ഫ്രാക്ചേഴ്സ് വന്നിട്ട് അങ്ങനെ വേദനകളായിട്ട് വരാം. കൂടുതൽ പേരും പറയുന്നത് രാത്രി കാലങ്ങളിൽ അവർക്ക് മലന്ന് കിടക്കുമ്പോൾ ചുമ അധികരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചുമ നീണ്ടു നിൽക്കുന്നതിന്റെ അതായത് ഈ വൈറൽ ചുമകളിലെ ആസ്മ മുതലായ കണ്ടീഷനുകളിലാണ് രാത്രി കാലങ്ങളിൽ ചുമ അധികമായിട്ട് കാണുന്നത്. ഈ അവസരങ്ങളിൽ എയർവേ ഹൈപ്പർ റിയാക്ടിവിറ്റി, അതായത് ശ്വാസനാളത്തിന്റെ നീർക്കെട്ട് നീണ്ടു നിൽക്കുന്നത് മൂലമാണ് ചുമ മാറാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ ആ കഫം നമ്മൾ തല താത്തി വെച്ച് കിടക്കുമ്പോൾ കഫം കൂടുതൽ തൊണ്ടയിലേക്ക് വരികയും നമുക്കത് പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ ഒരു രോഗപ്രതിരോധ ശക്തിയുടെ ഭാഗമാണല്ലോ കഫം പുറന്തള്ളാനും ഫോറിൻ ബോഡീസ് പുറന്തള്ളാനുമുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതിനാൽ സ്രവങ്ങൾ കൂടുതൽ തൊണ്ടയിലേക്ക് വരുമ്പോൾ ചുമ അധികമായിട്ട് തോന്നാം. ഈ വരണ്ട ചുമ കൂടുതലായി കാണുന്നത് രാത്രികാലം കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ വൈറൽ ചുമകളിലും അതുപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലുമാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാത്രിയിൽ കിടക്കുമ്പോൾ ചുമയുടെ കൂടെ കുറച്ച് ശ്വാസതടസ്സം കൂടെ ഉണ്ടെങ്കിൽ ആസ്മ മാത്രമല്ല ചില ഹൃദയ സംബന്ധമായ രോഗങ്ങളിലുള്ളവരും ഈ ലക്ഷണം കാണാറുണ്ട്. എന്നിരുന്നാലും അത് നമ്മൾക്ക് ആളുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോഴും ആളെ പരിശോധിക്കുന്നതിലൂടെ ഒക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ, ഇപ്പോൾ പനിയോടൊപ്പവും അല്ലാതെയും വരുന്ന കഠിനമായ ചുമ പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാറുണ്ട്. അത് ഇപ്പം മരുന്ന് കഴിച്ചാലും അല്ലെങ്കിലും അതിപ്പോൾ വിട്ടുമാറുന്നില്ല പൂർണ്ണമായും. അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? അതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? വൈറൽ പനി അത് ഈ സീസണിലാണ് കൂടുതൽ. ഡിസംബർ ജനുവരി മാസത്തിൽ വരുന്ന വൈറൽ പനികളിലാണ് ചുമ നീണ്ടു നിൽക്കുക. പിന്നെ മഴക്കാലത്ത് വരുന്ന കുറച്ച് ജൂൺ ജൂലൈ സമയം ഉണ്ടാവും, അവിടെയാണ് പനി ഞാൻ വൈറസുകളെ പറ്റി സൂചിപ്പിച്ചല്ലോ. ചിലതരം വൈറസുകൾ ഉണ്ടാക്കുന്ന പനി ചെറിയ ശ്വാസകോശ ബാധയിലേക്കും അതുവഴി ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാകുന്നത് കൊണ്ടാണ് ചുമ നീണ്ടു നിൽക്കുന്നത്. അത് നോർമലായി തന്നെ ചിലപ്പോൾ 2 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാം. എന്നിരുന്നാലും കുറച്ചൊരു 3 ആഴ്ചയിൽ അധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. ഇത് നീണ്ടു നിൽക്കുന്നതിനുള്ള കാരണമായ എയർവേ ഹൈപ്പർ റിയാക്ടിവിറ്റിയാണ്. അതായത് ശ്വാസനാളത്തിന്റെ നീർക്കെട്ട് മാറാതെ നിൽക്കുകയും ശ്വാസനാളം ഒരു ആസ്മയുള്ള ആളുടെ ഇതുപോലുള്ള നീർവീക്കം അതിൽ അനുഭവപ്പെടുകയും അതുകൊണ്ടാണ് ആ ചുമ അങ്ങനെയുള്ളവരിൽ നീണ്ടു നിൽക്കുന്നത്, കുറച്ചു നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ബാലരാമപുരത്ത് നിന്ന് പത്മജയാണ് ചേരുന്നത്. പത്മജ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. പറഞ്ഞോളൂ. എന്റെ കൊച്ചുമക്കൾക്ക് രാത്രി കിടക്കുമ്പോഴാണ് കൂടുതലും ചുമ വരുന്നത്. ചുമ വരുന്ന നേരം വെളുക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇല്ല, പനിയും ജലദോഷം ഉണ്ടാ. നേരത്തെ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ ഇത് ഡോക്ടറെ കാണിക്കണോ? ഇപ്പൊ 4-5 ദിവസം കൊണ്ടുണ്ട് അങ്ങനെ. ചെറിയ രീതിയിലുള്ള ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഇപ്പോൾ ആ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനത്തിൽ ചെറിയ നീർക്കെട്ടുണ്ടായതാവും രാത്രിയിലുള്ള ചുമ അധികരിക്കാനുള്ള കാരണം. ഡോക്ടറെ സമീപിച്ച് കുട്ടികളിലുള്ള കുട്ടികളിൽ ഈ തരം പ്രവണത കൂടുതലാണ്. രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ അത് വൈറൽ ബാധ കൊണ്ടുള്ള ചുമയാകാം. അതുപോലെ തന്നെ ശ്വാസമുട്ടൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ശ്വാസമുട്ടൽ ഉണ്ടോ എന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുക. അതിനുള്ള മരുന്നുകൾ ചെയ്യുന്ന ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? ഇൻഹേലർക്ക് ഉപയോഗിച്ച് ഡോക്ടർ 1 കൊല്ലം വരെ ഉപയോഗിച്ചു. ഇപ്പൊ നിർത്തി. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്.
കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ആ ഒരു ആസ്മാറ്റിക് ഒരു പ്രവണത ചിലപ്പോൾ ഇപ്പോൾ ആ സീസൺ ആയിട്ട് കുറേശ്ശെ എടുത്ത് കാണിച്ചതാവാം. ഒരു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു പൊക്കോളും. കാരണം നീണ്ടു നിന്നാൽ ചിലപ്പോൾ അത് വീണ്ടും വലിവ് വരാനുള്ള പ്രവണതയിലേക്ക് മാറാം. അതുകൊണ്ട് ഇപ്പോ കാണിച്ച് മരുന്ന് കഴിക്കുകയായിരിക്കും നല്ലത്. ഡോക്ടർ തുടരാം. ഈ ചുമ, കഫക്കെട്ട്, തുമ്മൽ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളെ ഒരു പരിധിവരെ എങ്ങനെയൊക്കെ തടയാൻ വേണ്ടി സാധിക്കും? തടയാനുള്ളത് ഒന്ന്, നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ, അതായത് പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രിക്കോഷൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോവിഡ് കാലത്ത് നമ്മൾ വീണ്ടും പണ്ട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നില്ല. പക്ഷെ കോവിഡ് കാലം നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു. അതായത് ഒരു അസുഖം, വൈറൽ അസുഖങ്ങൾ പെട്ടെന്ന് വായു വഴിയാണ് പടരുന്നത്. അപ്പൊ ആ പടർച്ച കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അതായത് തുപ്പുക, ചുമക്കുകയും തുപ്പുകയും ചെയ്യുമ്പോൾ ഒന്ന് വാ കൊണ്ട് മൂടുകയോ ഒരു കർച്ചീഫ് കൊണ്ട് മൂടുകയോ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത് പകരാതെ ഇരിക്കും. മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ ഒരളവ് വരെ ഈ അസുഖങ്ങൾ പിടിപെടുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എവിടെ ചെന്ന് എന്തെങ്കിലും പനിയുള്ള ആളുടെ അടുത്തൊക്കെ പോയി അപ്പൊ തന്നെ കൈ സോപ്പ് ഉപയോഗിച്ച് വൃത്യമായി കഴുകുക. കൈ മുഖത്തേക്ക് അല്ലെങ്കിൽ മൂക്കിന്റെ അവിടെയും വായിലേക്കൊക്കെ അധികം കൊണ്ടുപോകാതിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്ക് ഇത് ഒരളവ് വരെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നൊന്ന്, അസുഖമുള്ളവർ ശ്രദ്ധിക്കുക. അസുഖമുള്ളവർ ഒരു തിരക്കുള്ളടത്ത് പോകാതിരിക്കുക. ഇപ്പൊ കുട്ടികളെ ആണെങ്കിൽ നല്ല പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം സ്കൂളിൽ വിടാതിരുന്നാൽ ബാക്കിയുള്ളവർക്ക് അത് പടരാതിരിക്കും. അങ്ങനെ ചില ചില ശ്രദ്ധാ മാർഗങ്ങൾ എടുക്കാം. നമുക്ക് തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നെയുള്ളത് വാക്സിനേഷൻസ് ആണ്. അതായത് ഫ്ലൂ വരാതിരിക്കാനുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അറ്റ് റിസ്ക് ഗ്രൂപ്പ്, അതായത് രോഗപ്രതിരോധ ശക്തി കുറവുള്ളവർ അല്ലെ മറ്റു അസുഖങ്ങൾക്ക് ചികിത്സയുള്ളവർ, ഇവരിലൊക്കെ ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും ചെയ്യുന്നതും സഹായകരമായിരിക്കും. പക്ഷെ ഒരു എപ്പിഡമിക് അല്ലെ ഒരു അസുഖം പടരുമ്പോൾ ഏറ്റവും നമ്മൾ നമ്മുടെ സെൽഫ് ഹൈജീനിക് പ്രാക്ടീസസ്, അതായത് നമ്മൾ മറ്റൊരാൾക്ക് വരാതെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുമ്പോഴുള്ള പ്രതിരോധ നടപടികൾ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും നിഖിലയാണ്. നിഖില, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ ഇവിടെ 2 പിള്ളേരുണ്ട്, ചെറിയ പിള്ളേര്. അന്നേരം ഇവർക്ക് സ്കൂളിലൊക്കെ പോകുന്നോണ്ട് എപ്പോഴും ഇങ്ങനെ ഇൻഫെക്ഷനും ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മള് 2 നേരം നെബുലൈസ് ചെയ്യാനൊക്കെ ഹോസ്പിറ്റലിൽ നേരിട്ട് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പൊ നെബുലൈസർ മേടിച്ചിട്ട് നോർമൽ സലൈൻ 2 ml ഇട്ട് 2 നേരം ഇങ്ങനെ നെബുലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളുടെ അസുഖം എന്തുമാത്രം ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അതായത് കുട്ടികളിൽ ശ്വാസം മുട്ടൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് നോർമൽ സലൈൻ നെബുലൈസ് ചെയ്താൽ പോരാ, വേറെ മറ്റു മരുന്നുകൾ ഉപയോഗിക്കും. നോർമൽ സലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഫ ഇളകാനുള്ള ഒരു മരുന്നാണ്. അതിട്ട് നെബുലൈസ് ചെയ്യുന്നതുകൊണ്ട് അപകടമൊന്നുമില്ല, കഫ ഇളകാൻ സഹായിക്കും. പക്ഷേ അസുഖം കൺട്രോൾ ആവുന്നതിന്, അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ആവുന്നതിന് അത് മാത്രം മതിയോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ശ്വാസം മുട്ടൽ വരുന്നതാണോ, ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടും ചുമയൊക്കെ വരുന്ന കുട്ടികളാണോ, അതോ ഇപ്പൊ സ്കൂളിൽ ആ സീസൺ വന്നപ്പോൾ മാത്രമേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ? ചൂടും തണുപ്പ് ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു. ഇങ്ങനെ ഒരു സമയത്ത് രാവിലെയും വൈകുന്നേരം മാത്രം, ഇടസമയങ്ങളിൽ അങ്ങനെ ഇല്ല, സീസണലാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ തണുപ്പൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ കുറെ ഒരു പരിധി വരും. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കുമ്പോ വലിയ അങ്ങനെ ഈ ചെസ്റ്റിന് വലിയ ഇൻഫെക്ഷൻ ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. എത്ര വയസ്സുള്ള കുട്ടികളാണ്? ഒരാള് 5 വയസ്സും ഒരാൾക്ക് 11 വയസ്സും. അതായത് കുട്ടികളിൽ ചിലപ്പോ ചെസ്റ്റിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് പരിശോധിക്കുമ്പോൾ കാണണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടലായി ചെറിയ ചുമയെ കാണുള്ളൂ, പക്ഷെ എടുത്തു വലിക്കുന്ന പോലെ പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ട് മാറാം. അപ്പൊ സീസണൽ ആയിട്ട് വരുന്നു കുറേശ്ശെ അലർജി ടെൻഡൻസി കാണും. പിന്നെ ഈ വൈറൽ ഇൻഫെക്ഷന്റെ ആ ഒരു സീസണിലായിരിക്കും. അപ്പൊ എടുത്തു വലിക്കുന്ന സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. വല്ലപ്പോഴും സലൈൻ നെബുലൈസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചുമ, വിമിഷ്ടം അതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. നെബുലൈസേഷൻ ചിലപ്പോൾ വേണ്ടി വരാം, സാൽബ്യൂട്ടമോൾ, ലിവോളിൻ. പക്ഷെ അതൊക്കെ വീട്ടിൽ കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇതൊക്കെ പൾസ് റേറ്റ് ഒക്കെ കൂടാൻ, നമ്മുടെ നാടിമിടിപ്പ് കൂടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ കുട്ടികളിൽ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധാലു ആയിരിക്കണം. എപ്പോഴും ഹോസ്പിറ്റൽ ഒരു ഇതിൽ ചെയ്യുന്നതാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. സലൈൻ അത്ര കുഴപ്പമുള്ളതല്ല. ശരി ഡോക്ടർ, ഇപ്പോൾ ശ്വാസകോശ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞത് വൈറസ്, അണുബാധ, ആസ്മ, COPD, പുകവലിക്കാരിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ. പുകവലിയെ പറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ. ഈ ശ്വാസകോശ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രിക്കോഷൻസ് അല്ലെ നമ്മൾ എടുക്കുന്നത് പോലെ ഒരു ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. മറ്റ് അസുഖങ്ങൾ ഉള്ളവരിൽ പനി, അത് ചുമ പടരാതിരിക്കാനും അത് സഹായിക്കും. നമ്മുടെ അസുഖം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനും അത് സഹായിക്കും. കുറച്ച് രോഗപ്രതിരോധ ശക്തി കുറവുള്ളവരാണെങ്കിൽ ഒരു തിരക്കുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങൾ കൂടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഒരു വൈദ്യസഹായം തേടി എത്രയും നേരത്തെ മരുന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അവർക്ക് വാക്സിനേഷൻ ആവശ്യമുള്ളവരിൽ, ഇങ്ങനെയുള്ളവരിൽ വാക്സിനേഷൻ ഒരു ഫലപ്രദമായ മാർഗമാണ്. ഡോക്ടർ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്രോസ് ചേരുന്നുണ്ട്, ഒരു പ്രേക്ഷകൻ കൂടി. പത്രോസ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. ഞാൻ 2 മാസം വരെ എനിക്ക് ജലദോഷം വന്നിട്ട് അപ്പോഴും ചുമ വന്നത്. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ തുടർച്ചയായിട്ട് ഒരു 3 പ്രാവശ്യം നൈറ്റിംഗേൽ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങി, അടുത്ത് പൂവാർ ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്ന് വാങ്ങി. പക്ഷെ അവരൊക്കെ മരുന്നും ഗുളിയെല്ലാം ഗുളിയെല്ലാം കഴിക്കും. പക്ഷെ ഒരിക്കലും അത് മാറിപ്പോകുന്നില്ല. അത് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടൊന്നും വരില്ല, പക്ഷെ കഫം കൊണ്ട് ഇങ്ങനെ ഒരു കേൾക്കും. ബുദ്ധിമുട്ടുണ്ട്. 2 മാസമായിട്ട് ചുമയുണ്ട്. നേരത്തെ വലിവ് ശ്വാസമുട്ടൽ ഉള്ളയാളല്ല അല്ലേ? ഇല്ല, എനിക്ക് ശ്വാസം മുട്ട ഇപ്പോഴും ഇല്ല. പക്ഷെ കഫത്തിന്റെ ഷുഗർ ഉണ്ടോ? പ്രമേഹം ഉണ്ടോ? പ്രമേഹത്തിന്റെ അസുഖമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല. അപ്പോ അധികപക്ഷവും ഈ സീസണൽ ആയിട്ട് വന്ന നീണ്ടു നിൽക്കുന്ന ചുമയാകാം. അതായത് പോസ്റ്റ് വൈറൽ കഫ് പറയും. പക്ഷെ ചിലരിൽ അത് ഒരു ആസ്മയുടെ വകഭേദമായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു എക്സ്റേ എടുത്ത് പരിശോധിക്കുക. അതുപോലെ തന്നെ ഒരു ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശ്വാസകോശത്തിന് നീർക്കെട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ, ചിലപ്പോൾ ചിലരിൽ കുറച്ച് നാളത്തേക്ക് ഒരു ഇൻഹേലറോ വല്ലോ യൂസ് ചെയ്യേണ്ടി വരാം. അത് ഓരോരുത്തരുടെ ലങ് ഫംഗ്ഷനെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ ചെറിയ നീർക്കെട്ടേ ഉള്ളെങ്കിലും മരുന്നുകൾ കുറച്ച് അടുപ്പിച്ച് പക്ഷേ ചിലപ്പോൾ കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ അസുഖവിവരങ്ങൾ ആദ്യമായി ഒരു എക്സ്റേ എടുക്കുകയും ഒരു ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് മറ്റ് അസുഖങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടർ, ഇപ്പോൾ ചികിത്സ എടുത്തിട്ടും ചുമ വിട്ടുമാറാതെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാകും? വിട്ടുമാറാത്ത ചുമക്ക് ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? വിട്ടുമാറാത്ത ചുമ, ആദ്യം നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ചുമ വിട്ടുമാറാത്തത്? ഇപ്പോ ഈ ഒരു സീസണിൽ കോമൺ ആയിട്ടുള്ളത് അധികമായി കാണുന്ന പോസ്റ്റ് വൈറൽ കഫാണ്. അതായത് വൈറസ് അണുബാധയെ തുടർന്ന് നീണ്ടു നിൽക്കുന്ന ചുമ. അതിന് ചെറിയ ഒരു പീരീഡ് ആണെങ്കിൽ, അതായത് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്വന്തം ട്രീറ്റ്മെന്റ് വഴി സ്വന്തം ചികിത്സകൾ, അതായത് കുറച്ച് ആവി പിടിക്കുക, അതുപോലെ രാത്രിയിൽ തല പൊക്കി വെച്ച് കിടക്കുക, തണുത്ത സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഉപ്പുവെള്ളം ഉപയോഗിക്കുക, അങ്ങനെ ചില മാർഗങ്ങൾ, തേൻ കവിൾക്കൊള്ളുക, അതൊക്കെ കുറച്ച് പൊടിക്കൈകളാണ്. ചിലതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിന് അധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ചുമ കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്. അതായത് ചുമ കഫ ഇളക്കി പോവാൻ സഹായിക്കുന്ന മരുന്നുകൾ, വരണ്ട ചുമ സപ്രസ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ, അലർജിക്കുള്ള മരുന്നുകൾ, ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ സാധാരണ വൈറൽ അണുബാധ കൊണ്ടുള്ള ചുമയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വേണം നമ്മൾ ഈ ചികിത്സകൾ ചെയ്യാനായിട്ട്. നീണ്ടു നിൽക്കുന്ന ചുമ, അതായത് ഒരു 3 ആഴ്ചയിലൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ വെറുതെ വൈറസ് ചുമയാണ് എന്ന് വിചാരിക്കാതെ ഒരു എക്സ്റേ ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ അത് മറ്റ് അണുബാധ, അതായത് എന്തെങ്കിലും ഷുഗർ ഉള്ളവരാണെങ്കിൽ TB, ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റെന്തെങ്കിലും ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻസ് ടെസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കണം. ഈവൻ പുകവലി ഒരു വലിയ അപകടം തന്നെയാണ്. അതായത് പുകവലിക്കുന്നവരാണെങ്കിൽ ഈ ചെറിയൊരു ചുമ ബാധിച്ചാൽ പോലും അവർക്ക് അത് നീണ്ടു നിൽക്കും. പുകവലി നിർത്തേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ നിൽക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്റേ പരിശോധനകളൊക്കെ ചെയ്ത് അതനുസരിച്ചുള്ള മരുന്നുകൾ, ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ആ ചുമ കുറയ്ക്കാനുള്ള മരുന്നുകൾ, ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, മറ്റ് അസുഖങ്ങൾ ഇല്ലെങ്കിൽ കുറച്ചു കാലം ആ ചുമയ്ക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെ ഈ അസുഖം കുറഞ്ഞു കിട്ടും. ആ ഒരു ടൈമിന്റെ വ്യത്യാസമേ പാടുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വേറൊരു ഗുരുതര അസുഖം അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം ഒരു വൈദ്യസഹായം തേടിയിട്ട്. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും സജിനയാണ്. സജിന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ.
ഡോക്ടർ, എനിക്ക് പകലൊന്നും തീരെ ചുമയില്ല. പക്ഷെ രാത്രി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക. അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ. പനിയോ ജലദോഷം വല്ലതും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. അതിപ്പോ അടുത്തൊന്നുമല്ല, കുറെ ആയിട്ട് അങ്ങനെ ഉണ്ട്. കുറച്ച് വർഷമായിട്ട് ഉണ്ട്. ഞാൻ ഡോക്ടറൊന്നും കണ്ടിട്ടില്ല. മുമ്പൊക്കെ ഒരു തവണയൊക്കെ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം 2-3 തവണയൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഉറക്കത്തിൽ. സീസണൽ ആയിട്ട് മാത്രമേ വരാറുള്ളൂ? അതായത് ഡിസംബർ, ജനുവരി അല്ലെ അങ്ങനെ കാലാവസ്ഥ മാറുമ്പോ മാത്രമേ വരാറുള്ളൂ ചുമ? അല്ലല്ല, സീസണൽ ആയിട്ടൊന്നും അല്ല, എപ്പോഴും ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ള പരിശോധനകൾ ആദ്യം നടത്തണം. എന്തുകൊണ്ടാണ് ചുമ നിൽക്കുന്നത്? വെറും അലർജി ചുമയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു വർഷമൊക്കെ ആയിട്ട് നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ എക്സ്റേ ഉറപ്പായിട്ടും ഒരു എക്സ്റേ എടുത്ത് നോക്കണം. എക്സ്റേയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പൾമണറി ഫംഗ്ഷൻ നടത്തണം. പിന്നീട് മറ്റ് കാരണങ്ങൾ, ഗ്യാസ്ട്രോ റിഫ്ലക്സ്, അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ രാത്രിയിൽ നമ്മൾ ഫുഡ് നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അസിഡിറ്റി ഉണ്ടാക്കുന്ന മസാല എരിവധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. തല പൊക്കി വെച്ച് കിടക്കുക. ചിലപ്പോൾ റിഫ്ലക്സ് ആണ് കാരണമെങ്കിൽ അതുകൊണ്ട് ചുമ മാറും. അപ്പൊ എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസൃതമായിട്ട് ചികിത്സിക്കാം. രാത്രിയിൽ കൂടുന്ന ചുമ ഇത് ഏതുമാകാം, അലർജിയുമാകാം, മറ്റ് കാരണങ്ങൾ കൊണ്ടുമാകാം. അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ച് മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും. ശരി, പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ചുമയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ പി രേഖയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.